ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതുമായ റെസിപ്പിയാണ്. എഗ് ബുർജി, മുട്ടത്തോരൻ എന്നും പറയും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളും കൂടി പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള 2ആയിട്ട് മുറിച്ചതിന് ശേഷം അതിനെ നമ്മൾ 3ആയിട്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും മാറ്റി വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇത് ചപ്പാത്തി, പൂരി, ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഞാനിവിടെ ചപ്പാത്തിക്കും പൂരിക്കുമാണ് ഇതുണ്ടാക്കാറുള്ളത്. ഇപ്പം 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞു. ഇനി അതൊന്ന് ചെറുതായിട്ട് വെന്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ടയും സവാള, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടണം. അതിന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സ്റ്റൗ ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം ഇളക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. മുട്ടയിലുള്ള വെള്ളമെല്ലാം വറ്റിപ്പോണം. ഇപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുട്ട ബുജി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ എല്ലാ പേരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.